എങ്ങനെയുണ്ട് ഐസ്? എങ്ങനെയുണ്ട് ഐസ്? അതിനെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? തിന്നോക്കെ ഞാൻ പൊട്ടിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സിപ്പപ്പ് അഥവാ ഒറൈസ്, കൂടൈസ്, പാക്കേജ് എന്നൊക്കെ പറയുന്ന സിപ്പപ്പ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പുറത്തുനിന്നുള്ള കടയിൽ നിന്ന് മേടിച്ച് സിപ്പപ്പ് കഴിച്ചിട്ട് പല അപകടങ്ങളും സംഭവിച്ച വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ സിപ്പപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജ്യൂസ് അടിക്കുക ആദ്യം. അപ്പോൾ ഞാനിവിടെ മുന്തിരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്തിരി കഴുകിയതിന് ശേഷം ജ്യൂസ് അടിച്ചെടുക്കുക ആദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ജ്യൂസിനെക്കാട്ടും മധുരം കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. കാരണം ഐസ് ആവുന്ന സമയത്ത് നമുക്ക് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുക. അപ്പോൾ നമ്മൾ മിക്സി അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുന്തിരി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുന്തിരി നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഐസിൻ്റെ കവർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. സിപ്പപ്പിൻ്റെ കവർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിന് 100-ന് 20 രൂപയാണ് വരുന്നത്. 100 ഗ്രാമിന് 20 രൂപ. 100 ഗ്രാം വാങ്ങിയാൽ തന്നെ അത്യാവശ്യം കുറേ ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വളക്ക് വേണം. അതോടൊപ്പം തന്നെ നമുക്കൊരു ആക്ഷൻ ബ്ലേഡ്, അതായത് നമ്മൾ പൈപ്പ് കട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ബ്ലേഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജ്യൂസ് ഈ കവറിലേക്ക് ഫില്ല് ചെയ്യുക. കവറിൽ ഫില്ല് ചെയ്തതിന് ശേഷം നിറച്ച് ഫില്ല് ചെയ്യരുത്. ഫില്ല് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം കുറച്ച് ഫ്രീ ആക്കിയിടുക. കാരണം നമുക്ക് ഉരുക്കിയിട്ടാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ മുകൾ ഭാഗം കുറച്ച് ഇത്രയും, ഞാൻ ഇതിൽ ഒഴിച്ചാൽ അത്രയും ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആക്സോ ബ്ലേഡ് എടുക്കുക. അതിനുശേഷം ആക്സോ ബ്ലേഡ് നമ്മൾ നേരത്തെ സ്പേസ് മുകളിൽ ഒഴിവാക്കിയുള്ള സ്പേസിൽ ഞാനിതിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ പിടിക്കുക, മടക്കിയിട്ട്. അതായത് മുറിയുന്ന ഭാഗം ഈ കവറിലേക്കായിട്ട് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൈ പൊള്ളാതെ നോക്കണം. അതോടൊപ്പം തന്നെ അധികം ഉരുക്കാനും പാടില്ല. അധികം ഉരുക്കി കഴിഞ്ഞാൽ അവിടെ ഹോളാകും. അതിൽക്കൂടി അത് നമ്മളതിലേക്ക് ഫില്ല് ചെയ്തെല്ലാം പുറത്തേക്ക് വരും.
അപ്പോൾ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഐസാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ് ഐസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഐസ് കൊണ്ടു കൊടുക്കാം. ഐസ് എങ്ങനെയുണ്ട്? ഐസ് അതിനെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? തിന്നോക്കെ ഞാൻ പൊട്ടിച്ചേരാം.